ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു അവർ വീഡിയോ. എല്ലാവരും നമ്മുടെ വീക്കെൻഡ് വ്ലോഗിലേക്ക് സ്വാഗതം. ഹലോ അമ്മ, ഇന്ന് അച്ഛൻ പുറത്തൊന്നും പോയില്ല. ഇന്നത്തെ കൂടാതെ രാവിലെ കൊണ്ട് വളരെ ചട്ടണിയാണ് അച്ഛനെല്ലാം ചെയ്തോണ്ട് എല്ലാം ശരിയാക്കി തന്നു. ഞാനിവിടെ മസാല ഉണ്ടാക്കാറുണ്ട്. മസാല ഉണ്ടാക്കുന്നത് പുള്ളടിക്കണമ്മ അപ്പോഴും കുറവാണ്. നാട് കണ്ടാണ്ട് തിരിക്കാൻ പറ്റിയ എന്നാലും കുറവാണ്. കുഞ്ഞുമോളെ അതിന് കൂടെ പോകാൻ നിൽക്കണേ. ആകലയിലുണ്ടല്ല കുഞ്ഞുമോള് ഞാനുണ്ട് എന്നും പറഞ്ഞിട്ട് കുഞ്ഞുമോള് മിക്കവാറും വലുതാവും പച്ചാച്ചന്റെ പോലെ തോന്നുന്നു. ആൾക്ക് പുറത്തു പോകാൻ ഇഷ്ടം. ഇന്നലെ അത്രേ ചൂട്ടത്ത് അത് കരഞ്ഞില്ലടി. ഞാൻ വിചാരിച്ചത് അത് കരയുന്ന രണ്ടും കരഞ്ഞില്ല കേട്ടോ. രണ്ട് ചെറുതുകൾ കരഞ്ഞില്ല. ഇത് കരയണേലും ഉപരി വിറ്റഎനിക്ക് ഉറക്കൊന്നും വന്നില്ല. ക്ഷീണിച്ചു. ഇന്നലെ 12 മണിക്ക് നമ്മള് കൊണ്ട് കിടത്തിയതാ ചെറുതിനെ. എന്താ കളിയല്ല. ഞങ്ങൾ ഇന്നലെ ക്രൂസ് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ ടൈമില് മോളിൽ കൊണ്ടാ പോയതേ. 7 months ആയിട്ടുള്ളൂ. പക്ഷെ ആള് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ കുട്ടികൾക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ ചെറുതിന് നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടാവും ചെയ്തു. പിന്നെ സീ സിക്നെസ്സും അങ്ങനെയുള്ള ഇതോളം ഒന്നുമില്ല ആൾക്ക്. മറ്റേ കുഞ്ഞുങ്ങളൊരു നമ്മുടെ ചായ ദേവി ബാക്കി നല്ല ഹാപ്പി ആയിരുന്നു. പിള്ളേഴ്സൊക്കെ അങ്ങനെ ഹാപ്പി, നമ്മുടെ ഹാപ്പി. അങ്ങനെ സൂപ്പറാക്കി. നാളെ വന്ന് ബാക്കി ഉണ്ടാവും ചേട്ടനെ വായിരിക്കുന്നിട്ട്. എനിക്ക് തോന്നണ അച്ഛൻ നാളികേരം കണ്ടിട്ടാന്ന് ചേർന്ന്. അല്ല പൊന്നേനീറ്റ് ഒന്ന് വന്ന് തിരിച്ചു കിടന്ന് ഉറങ്ങിന്നാട്ടാ തോന്നണേ. പൊന്നോ ഇന്നിപ്പോ രാവിലെ മസാല ദോശയാണ്. ഉച്ചക്ക് എന്താമ്മ? ഉച്ചക്ക് കൂന്തല്, മുരിങ്ങക്കായും ചക്കക്കുരു മാങ്ങയും കടയിൽ പിടിച്ചിട്ട് പപ്പടം, മുരിങ്ങയുടെ ഇല, ഉപ്പേരി. ഇതൊക്കെയുണ്ട്. ഇന്ന് നമ്മുടെ ചെമ്മീൻ തേക്കാൻ വെച്ചതാ. പക്ഷെ ഇവിടെ കുഞ്ഞു പറഞ്ഞ ചെമ്മീൻ എനിക്ക് ഇഷ്ടമില്ല. സൂപ്പറാണ്. ചെമ്മീനിട്ട് കഴിഞ്ഞാൽ ഇടാന്ന് വിചാരിച്ചതാ. കുഞ്ഞു ചെമ്മീൻ വേണ്ടമ്മേന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അത് ക്യാൻസൽ ചെയ്തു. ആ പരിപാടി ക്യാൻസൽ ചെയ്തു. ചെമ്മീൻ ഇല്ലാണ്ട് ചക്കക്കുരു മാങ്ങയും വെക്കാ വെച്ചു. നോണോ നിങ്ങൾ അതെ, ആരോ ഒരാള് നാളേരം ചില ഷുഗർ കഴിച്ചാൽ ഷുഗർ കുറയുന്നു പറഞ്ഞത് തൊട്ട് ഇവിടെ നാളേരം ചെയ്യുന്നു, നാളേരം കഴിക്കുന്നു. പിന്നെ നാളേരം ചെടി കിട്ടുന്ന കാരണം ഞാൻ അത് സമ്മതിച്ചു കൊടുത്ത് ഇഷ്ടംപോലെ നാളേരം കഴിച്ചോട്ടെ. നാളേരം നല്ലതല്ലേ. അപ്പൊ അത് കാരണം അച്ഛന്റെ ബോഡിയുടെ സീക്രട്ട് ഓഫ് അച്ഛൻസ് ബോഡി നാളികേരം കഴിക്കൽ. നാളികേരം കഴിക്കൽ കേട്ടാ. ഉണിയും കഴുകട്ടെ. അപ്പൊ വിളിച്ചേ അത് കിടന്ന് ഉറങ്ങിക്കോട്ടെ അമ്മ, പാവം. പൊന്നു നീറ്റാ. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണിക്കില്ല. ഉറക്കത്തെ ഒന്നിട്ട് മൂടി വെക്കതേ ഒന്ന് ഇരിക്കാണ്. ഇനി അടുത്ത എനിക്ക് അടുക്കള വീട്ടിൽ പോണം. ഇത് ഇനി ഇതല്ല, ഇത് ചെറിയ ഇതാക്കട്ടെ. മുരിങ്ങയില എന്തിനാ ഇത്രയും കാര്യം? ഒരു ചാറ് കറി മറവും പോരെ. അത് ഉപ്പേരി ഒക്കെ എന്താ നമുക്ക് മുട്ട ഓംപ്ലേറ്റ് പോലെ ഉണ്ടാക്കാം. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന മുരിങ്ങയില ഉണ്ടല്ലോ, ജീവൻ ഒരു കവറിലാക്കിയിട്ടല്ലേ അച്ഛൻ വെച്ചിരുന്നേ.
ജീവൻ ചേട്ടൻ കവർ എടുത്തോണ്ട് വന്നിട്ടേ അതിന്റെ ഉള്ളിൽ സാധനമുള്ളത് അറിയില്ല. കവറിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കവർ തല കീഴായിട്ട് രണ്ടു കുറച്ചല്ലോ കുടഞ്ഞു നേരെ വീണത് കാർപ്പ് മറ്റേ ചവിട്ടിമേൽക്ക്. അത് യൂസ് ചെയ്യാൻ പോലും പറ്റിയില്ല. അന്നാ കവറിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്ന് ഇങ്ങനെ കുടഞ്ഞു നോക്കും തല കീഴായിട്ട്. വളർത്തുന്നതിന്റെ അല്ല, അത് അവരുടെ പ്രിമൈസസിൽ നിർക്കുന്നതല്ലേ പ്രശ്നല്ലേ. ഇത് മുരിങ്ങയുടെ ഇലൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതിന് നല്ലത് അറബിയുടെ കിട്ടുന്നത്. വിഷം അടിച്ചിട്ടുണ്ടാവില്ല. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഞാൻ ഇഡൽ ചെയ്യില്ല. ഷുഗറിന് വരുന്നില്ല സാർ. അപ്പൊ അത് വിചാരിച്ചു മുരിങ്ങ ഷുഗർ കണ്ടോളാം, ഷുഗറും പ്രഷറും എല്ലാവരും പണ്ട് അമ്മീമേലൊക്കെ അല്ലേ ഈ കറിക്കുക ആരും എങ്ങനെ അമ്മീമേ മിക്സി മരിക്കണ പോലെ. ഞാൻ ചെറുപ്പത്തിലെ ഇലകളൊക്കെ അരച്ചിട്ടുണ്ട്. അമ്മമ്മ മൈലാഞ്ചി മിക്സ് ചെയ്ത് വെച്ചാ? അതിന്റെ ഒരു ഭാഗ്യം നോക്കിയ ജീവൻ ഞാൻ തലയിലിടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതിലെ നമ്മുടെ കുഞ്ഞു വരല്ലേ നീക്കിട്ട് അത് കഴിഞ്ഞിട്ട് ചെറുത് വേഗം പിന്നെ കുഞ്ഞുമണി കരഞ്ഞപ്പോ ചിരിച്ചു. അത് കഴിഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ചെറുത് രണ്ടുപേരും അറിയാ പ്രായം 7 മാസമുള്ള. അമ്മ അതില്ലേ അമ്മ ഇന്ന് പരിപ്പും മുരിങ്ങക്കായും ചക്കക്കുരുവും പിന്നെ മുരിങ്ങക്കായയുടെ എല്ലിയോടുണ്ട്. ഇത്തിരി മാങ്ങയും. ഓക്കെ ഓക്കെ. പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും കറി വെക്കുന്നതിൽ ഞാൻ മാങ്ങ നന്നായി നുറുക്കിയിടാറുണ്ട് കേട്ടോ. ഇവിടെ ഏത് സീസണിലും മാങ്ങ ഉപയോഗിക്കാൻ കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന മാങ്ങ ഞാൻ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങയും ഇരുമ്പമ്പുളിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതെല്ലാം കഴുകി പീസസ്സാക്കി നല്ല വൃത്തിയിലെ കഷ്ണങ്ങളാക്കി ഞാൻ സൂക്ഷിച്ച് വെച്ച് പരിപ്പ് മുരിങ്ങക്കായ കറികളിൽ ഞാൻ ഇടും. കണ്ട അപ്പോൾ മാങ്ങ ഇട്ടിട്ടുള്ള പരിപ്പ് മുരിങ്ങക്കായും കറിയാണ് കേട്ടോ അത്. അങ്ങനെയാണ് ഞാനിവിടെ പരിപ്പ് മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇടുന്നത്. ഇരുമ്പമ്പുളിയും അതുപോലെ തന്നെ പരിപ്പിലും മീൻകറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ കേട്ടോ സൂക്ഷിക്കുക. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കാലത്തും മാങ്ങ ഇരുമ്പമ്പുളി കിട്ടിയാൽ പച്ചയ്ക്ക് കിട്ടിയ കഷ്ണമാക്കി ഫ്രീസറിലേക്ക് മാമ്പഴം അങ്ങനെ തന്നെ വെക്കാം. മാമ്പഴ പുളിശ്ശേരി വെക്കാം കേട്ടോ. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടോ. പിന്നെ ഞാൻ പരിപ്പും കറിയും കൂടാണ്ട് പരിപ്പും മുരിങ്ങക്കായും കറി കൂടാണ്ട് മുരിങ്ങേര ഇല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ മുരിങ്ങേര ഇലയും ക്യാരറ്റും മുട്ടയും കൂടെയുള്ള കറിയാണ്. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഷൊർണൂർ ബീന്റേച്ചിരോട് പോയപ്പോഴേ ദാമോദരേട്ടൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറി കണ്ടതാണ്. നല്ല രസമാട്ടോ അത്. കാരണം എന്താ വെച്ചാൽ മുട്ട കുത്തിപ്പൊരിച്ച പോലെയാണ് ആ കറി. അതായത് നല്ലോണം ക്യാരറ്റും ഒരു കെട്ട് മുരിങ്ങേര ഇലയും നമ്മുടെ സബോളയും കടുക് പൊട്ടിച്ച് സബോള ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം ക്യാരറ്റ് ഇടുക, നാളികേരം ഇടുക, ഇട്ട് മൂപ്പിച്ച് ഇതിടുക, നമ്മുടെ മുരിങ്ങേര ഇല ഇടുക. അത് കഴിഞ്ഞിട്ട് മുട്ട ഒരു 2-3 കുത്തിപ്പൊരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി മുരിങ്ങേര ഇല തോരൻ കിട്ടും. അത് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അത് ഉണ്ടാക്കി വെച്ച് കൊടുത്ത് നോക്കി നോക്കിയിട്ട് നല്ല കറിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഇത് ശനി ഞായറാണ് നമ്മുടെ പിള്ളേഴ്സ് വരുന്ന കാരണം ഞാൻ ഈ സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ എല്ലാ സാധാ കറികളാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ പരിപ്പ് മുരിങ്ങക്കായും പിന്നെ മുട്ട കുത്തിപ്പൊരിച്ച മുരിങ്ങേര ഇല കറിയും പിന്നെ നമ്മുടെ കൂന്തൽ പെപ്പർ കൂന്തലാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറികൾ.
ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള കാരണം നമ്മളിങ്ങനത്തെ സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമ്മൾക്ക് മുരിങ്ങയില പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ പ്രാവുകളുടെ ഒരു അണിയറ മണിയറിന് മോൾ ഭാഗത്ത് ചേട്ടൻ കണ്ടോ പുള്ളി കലി ദേശം വന്നിട്ട് പ്രാവുകളുടെ എന്താ കാര്യം എന്തിന് ആ മോളില് നെറ്റടിച്ചെന്റെ ബാക്കി ചവട വെച്ചു നെറ്റടിച്ചെന്റെ ബാക്കി ചവട വെച്ചു. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാ പ്രാവുകളെ വയസ്സായതാ അങ്ങനെയല്ല ഒരു മല്ലി തന്നെ വാങ്ങിച്ചു കൊണ്ടുവരുമോ ഗിരീശയെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഓടിപ്പോയി മേടിച്ചു. നോർമലി അങ്ങനെയാണ്, എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കും. വീട്ടിലും അതേട്ടാ, എല്ലാ കാര്യത്തിനൊക്കെ പുറത്തു പോയാല് മദീനന്ന് മേടിക്കല് ഒക്കെ ചെയ്യും. പുറത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ കുറച്ചുകൂടെ ശുഷ്കാന്തിയോടുകൂടെ ചെയ്യും. അതാണ് അച്ഛൻ. വീട്ടിലെല്ലാം അരിഞ്ഞൊക്കെ തരും. ഇതാ നമ്മളിപ്പതാ കാച്ചാൻ പോവാണ്. കാച്ചിയത് ഒഴിക്കണം കേട്ടോ. അമ്മ മിളക് പൊടി ഒക്കെ ഇട്ടില്ലേ അമ്മ? ഇനി നമ്മുടെ കൂന്തളിക്ക് എന്താ മേടണ്ട്? കൂന്തളുടെ സബോളയൊക്കെ കാരമലൈസ് കേട്ടോ. പപ്പടാസ്കുട്ടി മേടിച്ചു. എനിക്ക് മസാല ഓക്കെ. ആദ്യം നമ്മുടെ കൂന്തളിക്ക് മസാലാസ് ഒക്കെ ഇട്ട് തരണം. അതെ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾ, പിടിച്ചേട്ടാ കുഞ്ഞിതിനാണ് ലിറ്റിൽ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ടല്ലേ നല്ലൊരു കൺസിസ്റ്റൻസി വരും കേട്ടോ. ഇത്തിരി പെരിഞ്ജീരകപ്പൊടി. ഉലുവപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു കറിക്ക് ഒരു കട്ടി കിട്ടാനാണ്. അതിലിത്തിരി ഫ്രൈ ആക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ ഇടാറില്ല ഉലുവപ്പൊടി മീനില്, പക്ഷെ ബാക്കി കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ഇടാറ്. പിന്നെ കൂടുതൽ പെപ്പറാണ് ഇടുന്നത്. പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണേ. ദാറ്റ്സ് വൈ പെപ്പർ ഇട്ടു. കൂടുതൽ പെപ്പർ ഫ്രൈ പെപ്പർ ഇട്ടിട്ട് ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി റെഡിയായോ കറിയിലിടാൻ? ഫ്രൈ ആവാൻ വേണം. ആണോ? ഓക്കെ ഓക്കെ. ഫൈനലായിട്ട് ഇനി എടുത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് എടുത്തുള്ളൂ അല്ലേ? ഇങ്ങനെ എടുത്താൽ മതിയോ? ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയോ? ആ, ഇത്ര മതി. എനിക്ക് അങ്ങനെ തോന്നി. ഓക്കെ. ചേട്ടൻ ഒന്ന് ആടിട്ടിട്ട് ചേട്ടൻ രണ്ടിടിച്ചപ്പോഴേ പൗഡർ മതി. മറ്റാറ്റോ അങ്ങനെ ഇടിക്കുടുക്ക ഇടിച്ച ഇളക്കേട്ടത്. ഓക്കെ, അങ്ങനെ പരിപാടി കഴിഞ്ഞു. അതില് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ കറികള്. നമ്മളുണ്ടല്ലോ എല്ലാവരും ചിലപ്പോ നമ്മുടെ ഫുഡിന് റിവ്യൂസ് ഒന്നും പറയത്തില്ലല്ലോ. നമ്മളെങ്ങനെയാണെന്നറിയോ നമ്മുടെ ഫുഡ്? കൂന്തൽ റോസ്റ്റ് കാണിക്ക്. ഇത് കൂന്തൽ റോസ്റ്റിന് ഇത് അടിപൊളിയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോകണം. ഇനി ഞങ്ങൾ പ്ലേറ്റിൽ കാണിച്ചു തരാം. എല്ലാം സൂപ്പറാണ്. ഞങ്ങൾ കഴിച്ചിട്ട് റിവ്യൂ പറയാം. താങ്ക് യു അമ്മ. എല്ലാതും മുൻപേ കൂട്ടച്ഛൻ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടുള്ള കഴിക്കലല്ല, ഫുഡ് അടിക്കുമ്പോഴേ തന്നെ മുമ്പേ തന്നെ. പിന്നെ അച്ഛന് ഈ മുരിങ്ങക്ക, മുട്ട അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുട്ടയല്ല, മുരിങ്ങക്ക എൻ്റെ എല്ലാം പണ്ടത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓൾറെഡി അച്ഛൻ കഴിച്ചു നോക്കിയതാ. പക്ഷെ അച്ഛൻ
അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടാ. എല്ലാവർക്കും ഇഷ്ടമായി ഈ വീഡിയോ ഷെയറും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു അഗൈൻ.